ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ. ഞാൻ ഇന്നുള്ളത് നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം സൂഫി ഗായകനോടൊപ്പമാണ്. മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും മായ ലോകത്തല്ലോല. അപ്പോൾ യാദൃച്ഛികമായിട്ട് നമ്മുടെ വേങ്ങരക്കാരൻ ജംഷി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കാര്യപ്പെട്ട ഗൗരവപ്പെട്ട കണ്ടൻറ്റുള്ള ഒരു ചാനലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ജംഷി വന്നതിൽ സന്തോഷം. സാറിനോട് കണ്ടപ്പോൾ ഭയങ്കര ഇതിൽ സന്തോഷം. എന്താ വെച്ചാൽ അത്ര ഓഡിയൻസിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്ര എരുത്ത് കിട്ടിയപ്പോൾ ഇതിൽ ചോദിക്കണം, നമ്മളെ പുതിയ കാലത്ത് സൂഫി സംഗീതം എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു പുതിയൊരു രീതി വന്നപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായതായിരിക്കാം. പുതിയതല്ല, പണ്ട് തൊട്ടേ പല ഇടങ്ങളിലുള്ളതാണ്. ഒന്നതിൻ്റെ മറ്റ് മ്യൂസിക് ജോണറിൽ നിന്ന് അതിൻ്റെ ഒരു സംഗീതത്തിൻ്റെയും ആലാപനത്തിൻ്റെയും ഒരു വ്യത്യാസവും, പിന്നെ പലതും നമ്മുടെ ഒരു കോൺസെപ്റ്റൊക്കെ അതിലുള്ളൊരു വരികളോടുള്ള ആളുകൾക്ക് എന്താണ് ഈ പറയുന്നത്, പിന്നെ ഏത് ഭാഷയിലായാലും ഒരു വരി പോലും അർത്ഥം അറിയാതെ പാടുക എന്നുള്ള രീതി എനിക്കില്ല. അപ്പോൾ ഞാൻ ആ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടാവും. മനുഷ്യർ സ്നേഹിക്കുക, മത ജാതി വർണ്ണ വർഗ ദേശഭേദമന്യേ പരസ്പരം സ്നേഹിക്കുക, ഉള്ളിൽ കരുണയുണ്ടാകുക, ദൈവം പ്രണയപ്പൊരുളാണ് എന്നറിയുക, ഇതിനാളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിലക്ക് ആളുകളൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്തുള്ള കുട്ടികളൊക്കെ ഇതെന്താണ് എന്നറിയാൻ വേണ്ടി നമ്മളെടുത്ത് കൺസേർട്ട് കഴിഞ്ഞാലും ഒക്കെ വരികയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു രീതിയാണ്. ലോകതലത്തിലുള്ള വലിയൊരു മ്യൂസിക് ജോണറാണ്. അപ്പോൾ ആളുകളും തന്നെ അതിനറിയാൻ ശ്രമിച്ചോളും. നമ്മൾ ഒരു വഴി, ഒരു നിമിത്തമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുന്നതേ ഉള്ളൂ. പുതിയൊരു കാലത്ത് പഴയ നമ്മുടെ ചരിത്രങ്ങളെ ജനങ്ങളിലേക്ക് ഒരു സംഗീതം പോലെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നത്, അത് നമ്മുടെ ഷമീർ ബിൻസി അതുപോലെ തന്നെ കുറേ സൂഫി ഗായകന്മാരുണ്ട്. അവരെ കൊണ്ടാണ് നമുക്ക് പഴയകാല ചരിത്രത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. വളരെ അത് ഏറെ സന്തോഷമാണ് ഇത്ര എടുത്ത് സാറിനെ കാണാൻ പറ്റി. സ്നേഹം, സന്തോഷം,